ജനറ്റിക് ഡിസോർഡേഴ്സിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. മെൻഡേലിയൻ ഡിസോർഡേഴ്സ് നമ്മൾ നോക്കി കഴിഞ്ഞു. ഇനി ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓർ എക്സസ് ഓർ അബ്നോർമൽ അറേഞ്ച്മെൻറ്റ് ഓഫ് വൺ ഓർ മോർ ക്രോമസോം. ഒന്നുകിൽ ഈ ക്രോമസോമുകളുടെ കുറവായിരിക്കാം, ഒന്നോ രണ്ടോ ക്രോമസോമുകൾ കുറയാം, അല്ലെങ്കിൽ കൂടാം, എക്സസ് ആവാം, അല്ലെങ്കിൽ അബ്നോർമലായിട്ട് നോർമൽ ക്രോമസോം നമ്പറിനേക്കാളും അബ്നോർമലായിട്ട് ഉണ്ടാവാം. അബ്നോർമൽ അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ ആ പെയറിങ്ങിൽ ആ ഒരു വ്യത്യാസം സംഭവിക്കാം. സോ എക്സസ് കാരണമോ അല്ലെങ്കിൽ ആബ്സെൻസ് കാരണമോ അല്ലെങ്കിൽ അബ്നോർമൽ അറേഞ്ച്മെൻറ്റ്, ക്രോമസോമുകളുടെ എക്സസ് നമ്പർ അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ക്രോമസോം അല്ലെങ്കിൽ അബ്നോർമൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്രോമസോം കാരണം ഉണ്ടാവുന്ന ഡിസോർഡേഴ്സാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. സോ എങ്ങനെയാണ് ഈ ക്രോമസോമുകൾ എക്സസ് ആവണതും അബ്നോർമൽ ആവണതും അതുപോലെ തന്നെ ഇല്ലാണ്ടാവണതും ആബ്സെൻസും എങ്ങനെയാണ് ക്രോമസോമിന് സംഭവിക്കുന്നത്? അതിന് കാരണം ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ. എപ്പോൾ? ഓഫ് ക്രൊമാറ്റിഡ്. നമ്മുടെ ക്രൊമാറ്റിഡുകൾ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിൾ. സോ അവിടെയുള്ള ക്രൊമാറ്റിഡുകളുടെ സെഗ്രിഗേഷൻ ഫെയിലിയർ ആവുക, കറക്റ്റായിട്ട് ക്രൊമാറ്റിഡുകൾ സെഗ്രിഗേറ്റഡ് ആവാതിരിക്കുക. എപ്പോൾ? ഡ്യൂറിങ് സെൽ ഡിവിഷൻ സൈക്കിൾ. സോ സെൽ ഡിവിഷൻ സമയത്ത് അല്ലെങ്കിൽ സെൽ സൈക്കിളിൽ ഈ ക്രൊമാറ്റിഡുകൾ പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? കറക്റ്റായിട്ട് ക്രോമസോംസ് അല്ലെങ്കിൽ ക്രൊമാറ്റിഡുകൾ സെഗ്രിഗേറ്റ് ചെയ്യാതാവുമ്പോൾ, അവർ സെപ്പറേറ്റഡ് ആവാതാവുമ്പോൾ എന്താ? ഇറ്റ് റിസൾട്ട്സ് ഇൻ ഗെയിൻ ഓർ ലോസ്. ഒരു പക്ഷേ ക്രോമസോമുകൾക്ക് എണ്ണം കൂടുതൽ വരാം, അല്ലെങ്കിൽ ആ ക്രോമസോമുകൾ നഷ്ടപ്പെടാം. സോ ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഓഫ് ക്രോമസോം സംഭവിക്കുന്നു. എപ്പോൾ? ഈ പറഞ്ഞ ക്രൊമാറ്റിഡുകൾ സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ. അങ്ങനെ ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഓഫ് ക്രോമസോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനീപ്ലോയിഡി. അതിനെ വിളിക്കുന്ന പേരാണ് അനീപ്ലോയിഡി. ഇതിന് നമുക്ക് വേറൊന്നും കൂടി പറയാം. അനീപ്ലോയിഡി എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ചേഞ്ചസ് ഓഫ് ക്രോമസോം. ക്രോമസോമിൻ്റെ നമ്പറിൽ ചേഞ്ച് വരിക. ന്യൂമറിക്കൽ ചേഞ്ച് എത്ര ക്രോമസോം നമ്പർ ഉണ്ട് ഓരോ ഓർഗാൻസിൽ, അതുപോലെ ഹ്യൂമൻ ബീയിങ്സിൽ നമ്മൾ 46 നമ്പർ ഓഫ് ക്രോമസോം ഉണ്ട്. അതിൻ്റെ നമ്പറിൽ ചേഞ്ച് വരുമ്പോഴാണ് നമ്മളതിനെ അനീപ്ലോയിഡി എന്ന് പറയുക. അത് ഒരു ഇൻഡിവിജ്വൽ ലെവലിലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബേസിൽ ക്രോമസോമിൻ്റെ നമ്പർ കൂടുക കുറയുക. അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് അനീപ്ലോയിഡി. ഇതേ ക്രോമസോമിൻ്റെ നമ്പർ ഒരു ജീനോം ലെവലിലാണ് നമ്മളതിനെ പറയുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂപ്ലോയിഡി. സോ ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ ക്രോമസോം നമ്പർ കൂടുക അല്ലെങ്കിൽ കുറയുകയാണെങ്കിൽ അത് അനീപ്ലോയിഡി. ഒരു ജീനോം ലെവലിലാണെന്നുണ്ടെങ്കിൽ ക്രോമസോം നമ്പർ ഗെയിൻ ആണെങ്കിൽ ലോസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂപ്ലോയിഡി. ഇനി അടുത്തത് നമ്മുടെ ന്യൂമറിക്കൽ ചേഞ്ചസ് ഓഫ് ക്രോമസോമിനെ ഓൾ ടുഗദറായിട്ട് ജനറലായിട്ട് ക്രോമസോമുകളിലെ നമ്പറുകളിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ ജനറലായിട്ട് വിളിക്കുന്ന പേരുകൾ പ്ലോയിഡി. നമ്മളിവിടെ അതിന് ടേം അനീപ്ലോയിഡി, യൂപ്ലോയിഡി. സോ ജനറലായിട്ട് ആ ക്രോമസോം അല്ലെങ്കിൽ ന്യൂമറിക്കൽ നമ്പറുകളിൽ ചേഞ്ച് വരുമ്പോൾ എന്ത് വിളിക്കുന്ന പേര്? പ്ലോയിഡി. അപ്പോൾ ഒന്നിലധികം ഒക്കറൻസ് ഓഫ് മോർ ദാൻ ക്രോമസോം ജീനോം ലെവലിൽ ഒന്നിലധികം ക്രോമസോമുകൾ വരികയാണെങ്കിൽ, ക്രോമസോമുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളിപ്ലോയിഡി. അത് വളരെ റെയറായിട്ട് പ്ലാന്റ്സിലൊക്കെ കാണുന്നതാണ് പോളിപ്ലോയിഡി. പോളിപ്ലോയിഡിയൊക്കെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് അത്രയും പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ പോളിപ്ലോയിഡി മോർ ദാൻ 1 or 2 ക്രോമസോം ജീനോം ലെവലിൽ നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ വിളിക്കുന്ന പേരാണ് പോളിപ്ലോയിഡി. സോ അതിന് കോമൺ ആയിട്ട് നമ്മൾ എല്ലാത്തിനും വിളിക്കുന്ന പേര് പ്ലോയിഡി. സോ ഇൻഡിവിജ്വൽ ലെവലിലാണെങ്കിൽ അനീപ്ലോയിഡി, ആ ക്രോമസോം ഗെയിൻ ഓർ ലോസ്. ജീനോം ലെവലിലാണെങ്കിൽ യൂപ്ലോയിഡി. 1 or 2 അതിലധികം ക്രോമസോമുകൾ ഉണ്ടാവുകയാണെങ്കിൽ ജീനോം ലെവലിലാണെങ്കിൽ അതിനെ പോളിപ്ലോയിഡി എന്നും പറയും. ഇത്രയൊക്കെയാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി എന്തൊക്കെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം.